ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിൻ്റെ ദൂരം ചോലകളും കുയിലാടും പാടും താഴ്വാരം എല്ലാം നമുക്കിനി സ്വന്തം മേഘം കണ്ട് കാറ്റും കൊണ്ടേ നീരറിഞ്ഞു നീ വളരൂ നിൻ വഴിയിൽ കാവലുണ്ടേ എൻ്റെ കണ്ണേ ഏതാനി തന്നാനേ തന്നാനേ രാരോ രാരോ ഏതാനി തന്നാനേ തന്നാനേ രാരോ രാരോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹമിറ്റഗ്രാഫിക്സ്. ഇനി മുതൽ നമ്മളുടെ ഫോട്ടോയ്ക്ക് ജീവൻ നൽകാൻ സാധിക്കുന്നതാണ്. ഇൻട്രഡക്ഷനിൽ കൂട്ടുകാർ കണ്ടതുകൊണ്ട് നമ്മുടെ ഫോട്ടോയ്ക്ക് ആനിമേഷൻ നൽകാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി വിശദമായിട്ട് നോക്കാം. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഈ കാണിക്കുന്നത് ആപ്ലിക്കേഷനെ പറ്റിയുള്ള ഇൻട്രഡക്ഷൻ ആണ്. നമുക്ക് തൽക്കാലം ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ്. അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാമറയുടെയും അതുപോലെ ഗാലറിയുടെയും സിമ്പിൾ കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസ് ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് അതിനകത്ത് നമുക്ക് ആനിമേഷൻ ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുത്ത് ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് ആനിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ കൂട്ടുകാർ അലോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ താഴെയായിട്ട് ഗാലറി ആൻഡ് ഫോട്ടോ എന്ന് വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ എൻ്റെ ഫോൺ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ഈ ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഫോട്ടോ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഇനി ഈ ഫോട്ടോയെ നമുക്ക് ആനിമേഷൻ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇവിടെ താഴെ നോക്കാമെങ്കിൽ കുറേയധികം ഓപ്ഷൻസ് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇതിൽ ആദ്യം കാണുന്ന ഈ മോഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഫോട്ടോയുടെ മുകളിലായിട്ട് നമുക്ക് വരയ്ക്കാം. എന്നിട്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോ ഫുള്ളൊരു ആനിമേഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇവിടെ എനിക്ക് ഈ സ്കൈ മാത്രം ആനിമേറ്റ് ചെയ്താൽ മതി. ബാക്കി കാണുന്ന ചെടികൾ, തേയിലയൊക്കെ ഇതുപോലെ തന്നെ ഇവിടെ നിൽക്കണം. കോൺസ്റ്റൻ്റായിട്ട് നിന്നിട്ട് നമ്മുടെ മേഘം മാത്രം ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്യാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പം ചെയ്ത ആനിമേഷൻ മാറ്റാൻ വേണ്ടി മുകളിൽ കാണുന്ന അൺഡു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ചെടികളെ കോൺസ്റ്റൻ്റായിട്ട് നിർത്താൻ സാധിക്കും. അതിനായി ഈ കാണുന്ന മാസ്ക് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു റെഡ് റൗണ്ട് വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതുപോലെ താഴെ നോക്കാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ആനിമേഷൻ വരണ്ടാത്ത ഭാഗത്ത് ഇതുപോലെ വരച്ച് ചേർക്കാം. അപ്പോൾ ഇവിടെ റെഡ് കളർ കൊണ്ട് ഫില്ലാവുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഫുള്ള് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനിൽ ഇതുപോലെ കളറിങ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്യാൻ സാധിക്കും. അതിനായി ഈ ഇറേസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടൊക്കെയാണോ ഇറേസ് ചെയ്യേണ്ടത് അവിടെല്ലാം ഇറേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ സൂം ചെയ്ത് നിങ്ങൾ അക്യുറേറ്റ് ആയിട്ട് തന്നെ എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആനിമേഷൻ കൊടുക്കാം. അതിനായി മോഷൻ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആനിമേഷൻ വരേണ്ടടുത്തെല്ലാം ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ചെടികൾ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മേഘം ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനായി താഴെ ഈ കാണുന്ന മ്യൂസിക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതുപോലെ ആ മ്യൂസിക് നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് എത്ര പോർഷൻ മ്യൂസിക് വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നിങ്ങൾ ലെങ്തുള്ള ഒരു മ്യൂസിക്കാണ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരു പോർഷൻ മതി നമ്മുടെ ഈ വീഡിയോയിലോട്ട് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്കത് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത മ്യൂസിക് നിങ്ങൾക്ക് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കും. അതിനേതായി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ഈ ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ടെക്സ്റ്റാണോ ആഡ് ചെയ്യേണ്ടത് അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മലയാളത്തിലുള്ളത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ടെക്സ്റ്റിൻ്റെ കളറ് നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും സ്റ്റൈല് മാറ്റാനും എല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ടെക്സ്റ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇനി അഡീഷണൽ ടെക്സ്റ്റ് വേണമെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അഡീഷണലായിട്ട് വീണ്ടും ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമുക്കിവിടെ നിന്ന് സാധിക്കുന്നതാണ്. പിന്നീട് ഈ ടെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി താഴെ കാണുന്ന ഈ ഓരോ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ചും കൂടെ മോഷൻസ് കൊടുക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഇതുപോലെ കൊടുത്ത മോഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് സാധിക്കും. അതുപോലെ ഏതെങ്കിലും പോർഷനിലെ മോഷനാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് സാധിക്കും. അതിനായി ഈ കാണുന്ന സെലക്ട് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് മോഷനാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ മോഷൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ താഴെയായിട്ടൊരു ഡിലീറ്റ് ഐക്കൺ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത്രയും മോഷൻസ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഓപ്ഷനാണ് ഓവർലേ. ഓവർലേ എന്നതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിലോട്ട് നമുക്ക് കുറച്ച് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ തൽക്കാലം എന്താ ഈ ഒരു എഫക്റ്റ് ഇവിടെ നിന്ന് ചൂസ് ചെയ്യുകയാണ്. പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന എഫക്റ്റുകളും ഫ്രീ ആയിട്ടുള്ള എഫക്റ്റുകളും ഉണ്ട്. ഞാൻ തൽക്കാലം ഫ്രീ ആയിട്ടുള്ള എഫക്റ്റ് തന്നെ ചൂസ് ചെയ്യുകയാണ്. ഇവിടെ ആഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ എഫക്റ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റീസൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ എഫക്റ്റ് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് അതേപോലെ പ്ലേസ് ചെയ്യുക.
അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഈ കാണുന്ന പ്ലസ് ഐക്കനെ ക്ലിക്ക് ചെയ്ത് മോർ എഫക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡിലീറ്റ് ഐക്കനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ എഫക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും യുക്തിക്കും അനുസരിച്ച് എല്ലാം ചെയ്യുക. ഇനിയുള്ള അടുത്തൊരു ഓപ്ഷനാണ് കളർ എന്നത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ഇമേജിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും സാച്ചുറേഷനും എല്ലാം നമുക്ക് കൂട്ടാൻ സാധിക്കും. അതുപോലെ ബ്ലർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചെയ്യുക. ഇനിയുള്ളൊരു ഓപ്ഷനാണ് സ്റ്റെബിലൈസ്. നമ്മുടെ പിക്ചറിലെ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ മാസ്ക് ഉപയോഗിക്കും. അതേ ഒരു പർപ്പസിന് വേണ്ടിയാണ് സ്റ്റെബിലൈസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റെബിലൈസ് യൂസ് ചെയ്യുന്നത് മുഖേന നമുക്ക് ചെറിയ ചെറിയ പോയിൻ്റ് വരെ കോൺസ്റ്റൻ്റായിട്ട് നിർത്താൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീഡിയോ സേവ് ചെയ്യാം. അതിനായി മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സേവ് ഓർ എക്സ്പോർട്ട് വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് സെറ്റിങ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് നമുക്ക് എങ്ങനെ വേണം എന്ന് നമുക്കിവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫാസ്റ്റ് വേണോ സ്ലോ വേണോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നീടുള്ളത് റെപ്പറ്റീഷൻ, അത് നമുക്ക് തൽക്കാലം സാധിക്കത്തില്ല. പിന്നെ മാച്ച് ഓഡിയോ വീഡിയോ എന്നത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് നമ്മുടെ ഓഡിയോയ്ക്ക് അനുസരിച്ച് വീഡിയോ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എസ് കൊടുത്താൽ മതി. പിന്നീട് റെസൊല്യൂഷൻ, അതും വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ MP4 GIF ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ MP4 കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. അത് റെഡി ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗാലറി കയറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി ഭാമുഖങ്ങളേകുന്ന ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ നിന്നിവളേ നീ മൂടുമോ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോലും തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം എന്നിടവഴിയിൽ വാചാരം നീയാം സ്വരഗതിയ എൻ മൗനം വാചാലം പൂമുത്തോളെ നീരിഞ്ഞ വഴിയ ഞാൻ മഴയായി പെയ്തടി ആരേരാരങ്ങിടറില്ലേ മടിമുത്തേ കൺമണി തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നൻ ദുഃഖം മറക്കുന്നു എല്ലാം മറക്കുന്നു ഞാൻ ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.